ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോയാണ്. കുറച്ച് നാളായി നമ്മുടെ ഗാലറിയിൽ ഈ വീഡിയോ കിടക്കുന്നു. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചമ്പക്കര മാർക്കറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലായിരുന്നു. അങ്ങനെ തേവരയിൽ പോയി ചൂണ്ടിടാൻ വേണ്ടിയിട്ടായിരുന്നു. തേവര മീൻസ് ആ കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴെ. അത് നമ്മളിതിനു മുമ്പ് വീട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി അങ്ങോട്ട് പോയിട്ട്. അങ്ങനെ നമ്മൾ ചെമ്മീൻ കുറച്ച് മേടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടി പോകുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചൂണ്ടയിട്ട് കഴിഞ്ഞ് വേഗം നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടി വരണുണ്ടായിരുന്നു. അപ്പോൾ അവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ അധികം നേരം ഇരുന്നൊന്നുമില്ല. അപ്പോൾ അവരും ഇറങ്ങുന്നുണ്ട്. വേറെ ആരുമില്ല, സഞ്ജുവും ആദർശവുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുമ്പളത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു മണിക്കുട്ടമാമനുണ്ട്. മണിക്കുട്ടമാമൻ്റെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ ദേ സഞ്ജുവും ആദർശവും അവിടെ എത്തി. അപ്പോൾ നമ്മൾ കുമ്പളം ജംഗ്ഷനിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ പുതിയ വീടാണ് ഇവർ പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതേ അമ്മായി ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ സരിതമ്മായി. മാവനും പിള്ളേരൊക്കെ അമ്പലത്തിൽ പോയേക്കണേന്ന് പറഞ്ഞു. ഇത് ടി വി വെക്കാനല്ലേ? ടി വി വെക്കാൻ അതെ, ഇതമ്മ. അതെ, ഇതൊട്ടിച്ച അപ്പൊ നമ്മൾ ഇന്ന് ഈ കുളത്തിൽ നിന്നാട്ട മീൻ പിടിക്കാൻ പോണത്. നമ്മൾ സരിതമ്മായി വിളിച്ചു വരുത്തിയതാണ്. കുളമുണ്ട്, മീനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെയാണ് വന്നേക്കണേ. ഇതാണ് കേട്ടോ വീട്. ഗൗരയുടെ കുഞ്ഞാണ് കേട്ടോ ഇത്. ബാലു പിടിച്ചിട്ടേക്കണതാണ്, മാമൻ്റെ മോൻ. നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെ കിട്ടുമെന്ന്. പിലോപ്പി ഉണ്ടെന്ന് തോന്നുന്നു. പിലോപ്പി കുഞ്ഞൊക്കെ മറിയണ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കണ്ടോ, തുടങ്ങാം. ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് മീനാന്ന് അറിയില്ല. പതുക്കെ പോകുമ്പോ നല്ല വലിയായിട്ട് വലിക്കണേ. പതുക്കെ. ആ, ഗൗരയാണെന്ന് തോന്നുന്നു. അശ്വടാ. ആ വിട്ട്. അയ്യോ, അപ്പൊ അപ്പുറത്ത് പോയി കുടുങ്ങി. എനിക്ക് പേടിയാണ്. കണ്ടോടാ, ധൈര്യത്തിൽ പോയി ചാക്കിട്ടൊക്കെ പിടിക്കും. രണ്ടടി അടിക്കും, പേടിക്കും. നീ ഇവിടെ കൊണ്ടുവന്ന എനിക്ക് വെട്ട് മണി ഇങ്ങനെ വേണം. നീട്ടി കൊടുക്കുന്നു. ഞാൻ ഷർട്ട് ഇറങ്ങി വരും. എന്റെ പൊന്നെ, റോഡ് പോണ പോക്കി. കണ്ണ് പൊത്തി പിടിച്ചേ മീനെ പിടിച്ച് നീ കാണിച്ച. അപ്പൊ ഞാൻ ഫിഷർമാൻ ഓഫ് ദി ഇയർ ഗോസ് ടു. ഇത്രയും ചെറിയ മീനെ ചൂണ്ടയിൽ പിടിച്ച എനിക്ക് എന്നോട് തന്നെ ചുണ്ടിന്റെ അറ്റ നോക്ക്.
അഭിമാനകരമായ നിമിഷമാണ്. അപ്പം അങ്ങനെ ചൂണ്ടിടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സരിതാമായി ആപ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ജ്യൂസൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ അരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തി അവളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂട്ട് വഴി വന്നു. ഞാൻ റൂട്ട് മാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഴിയൊക്കെ തെറ്റിച്ച് അവൾ കറക്റ്റായിട്ട് അവിടെ എത്തി. വഴി തെറ്റിച്ച് നോക്കാൻ പോയ ആൾക്കാരും ഒക്കെ വഴി തെറ്റിപ്പോയി. അപ്പോൾ ഇതാണ് മണിക്കുട്ടമാമൻ. അപ്പോൾ മണിക്കുട്ടമാമനും മീനൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അമ്മായി അവിടെ ഫുഡൊക്കെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.